സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യം എന്നുള്ള വാക്ക് നാം ധാരാളമായി കേൾക്കാറുള്ള ഒരു വാക്കാണ്. ജീവിതത്തിൽ ഏതെങ്കിലും നന്മകൾ ലഭിക്കുമ്പോൾ അത് ഭാഗ്യമായി നാം കണക്കാക്കാറുണ്ട്. അപകടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടുമ്പോൾ അത് ഭാഗ്യമാണ് എന്ന് നാം പറയുന്നു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയെ ഭാഗ്യവാൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. എന്തായാലും ജീവിതത്തിൽ അനവധിയായ നന്മകൾ ലഭിക്കുമ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുമ്പോഴും ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്ന് നാം വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് യഥാർത്ഥമായ ഭാഗ്യാവസ്ഥ? ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭിക്കുന്നത് ഭാഗ്യാവസ്ഥയാണോ? ഒരുപാട് പണം സമ്പാദിക്കാൻ സാധിക്കുന്നതും ധാരാളം വസ്തുവകകൾ സമ്പാദിക്കുന്നതും ഭാഗ്യാവസ്ഥയാണോ? ചില നാളുകൾക്ക് മുൻപ് ഒരു വ്യക്തിയെ സംബന്ധിച്ച വാർത്ത വായിക്കുന്നതിനിടയായി തീർന്നു. അദ്ദേഹം ലോട്ടറി അടിച്ച് ഭാഗ്യവാനാകുന്നതിന് വേണ്ടി സ്ഥിരം ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു ശതമാനം ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യവാനാകുന്നതിന് വേണ്ടി അദ്ദേഹം ചെലവാക്കി. അദ്ദേഹം എടുക്കുന്ന ടിക്കറ്റുകളൊന്നും കളയാറില്ലായിരുന്നു. ഇതിലൊന്നും ഭാഗ്യം അദ്ദേഹത്തെ കടാക്ഷിച്ചില്ല. എങ്കിലും അദ്ദേഹം ആ ടിക്കറ്റുകളെല്ലാം ഓരോ ചാക്കുകളിൽ സൂക്ഷിച്ചു വെച്ചു. ദീർഘവർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞൊരിടയ്ക്ക് അദ്ദേഹം ചാക്ക് കണക്കിന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ലോട്ടറി ടിക്കറ്റുകളെല്ലാം എടുത്തു. ലക്ഷക്കണക്കിന് രൂപയുടെ ലോട്ടറി ടിക്കറ്റുകൾ വിവിധ ചാക്കുകളിലായി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യം വാങ്ങുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ അദ്ദേഹം അവസാനം ഏറ്റവും വലിയ നിർഭാഗ്യവാനായി തീർന്നു. കെട്ടുകണക്കിന് ലോട്ടറി മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. അങ്ങനെ എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഭാഗ്യാവസ്ഥ അന്വേഷിച്ചു പോയി ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനായി തീർന്ന അനേക ഹതഭാഗ്യരെ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുകയാണ്. എന്താണ് യഥാർത്ഥമായ ഭാഗ്യാവസ്ഥ? ഈ ഭാഗ്യാവസ്ഥ എല്ലാവർക്കും ലഭിക്കുമോ? അതോ ചിലർക്ക് വേണ്ടി മാത്രമായി ഒരുക്കിയിരിക്കുന്നതാണോ? വിശുദ്ധ തിരുവെഴുത്ത് ഭാഗ്യാവസ്ഥയെ സംബന്ധിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. 144 സങ്കീർത്തനം 15 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ദൈവദാസനായ ദാവീദ് പറയുകയാണ്, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? യഹോവ ദൈവമായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ആ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെയാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. ലോകത്തിൽ ലോട്ടറി അടിച്ച് ലഭിക്കുന്നതായ ഭാഗ്യമോ, ഒരുപാട് പണം സമ്പാദിച്ചുണ്ടാക്കുമ്പോൾ ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയോ, അല്ലെങ്കിൽ വസ്തുവകകളോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ നാം വാഴ്ത്തിപ്പാടുന്ന ഭാഗ്യാവസ്ഥ ഒന്നുമല്ല യഥാർത്ഥ ഭാഗ്യാവസ്ഥ എന്ന് ദൈവവചനം പറയുകയാണ്. എന്താണ് യഥാർത്ഥ ഭാഗ്യാവസ്ഥ? സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട ദൈവ കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവാം ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ അനുഭവം ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെയാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ എന്ന് ദൈവവചനം പറയുകയാണ്. ഈ ഭാഗ്യാവസ്ഥ ഏവർക്കും പ്രാപിക്കാവുന്ന ഭാഗ്യാവസ്ഥയാണ്. അതിനുവേണ്ടി ധാരാളം പണം സമ്പാദിക്കുകയോ ദീർഘവർഷങ്ങൾ സ്വരുക്കൂട്ടി വെച്ച് വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുകയോ ലോട്ടറി അടിക്കുകയോ ഒന്നും ചെയ്യേണ്ടുന്ന കാര്യമില്ല. ദൈവവചനം പറയുന്നത് യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ എന്നാണ്. എങ്ങനെയാണ് യഹോവ ദൈവമായിരിക്കുവാൻ സാധിക്കുക? യഹോവയായ ദൈവത്തെ നാം ആരാധിച്ച് മഹത്വപ്പെടുത്തണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ അതൊരിക്കലും സാധ്യമാകയില്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുവാൻ പാപികളായ മനുഷ്യർക്ക് യാതൊരു അനുവാദവും അർഹതയുമില്ല എന്ന് ദൈവവചനം പറയുന്നു. കാരണം ദൈവം അതിവിശുദ്ധനാണ്. അങ്ങനെ അതിവിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു ചെല്ലുവാനുള്ള പുത്രത്വം നമുക്ക് ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ്. കാരണം അവിടുന്ന് സകല മനുഷ്യവർഗത്തിന് വേണ്ടിയും കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട ദൈവപുത്രനാണ്.
അങ്ങനെ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ വകയായിത്തീരുന്നു. അവന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് അവൻ വരുന്നു. അപ്പോഴാണ് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയുവാൻ സാധിക്കുന്നത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് എന്ന്. താങ്കൾക്ക് ഇതേവരെ അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ വകയായി തീർന്ന് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ ലഭിക്കുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദൈവവചനം എന്നും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. യേശു സന്നിധി മാമാ ഭാഗ്യം, ക്ലേശം മാറ്റി മഹാസന്തോഷം നൽകുന്ന യേശു സന്നിധി മാമാ ഭാഗ്യം. ശുദ്ധാത്മാവനുദീനം എന്നുള്ളിൽ വസിച്ചെന്നെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കും നേരമെപ്പോഴും യേശു സന്നിധി മാമാ ഭാഗ്യം. ക്ലേശം മാറ്റി മഹാസന്തോഷം നൽകുന്ന യേശു സന്നിധി മാ